BJPയുടെ ചില നേതാക്കന്മാർ പത്മജ വേണുഗോപാൽ തന്നെയും പറയുന്നത് ഞാൻ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു എന്നാണ്. നിങ്ങൾ ആ മാധ്യമ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു 2 വാക്ക് എടുത്ത് അടർത്തി അപ്പുറവും ഇപ്പുറവും പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറ്റി വേർപെടുത്തിയെടുത്തിട്ട് BJPയുടെ IT സെല്ല് ഉണ്ടാക്കുകയും കേരളത്തിൽ CPMന്റെ IT സെല്ല് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ലീഡർ K. കരുണാകരൻ്റെ ചോരയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ്, അതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലീഡർ ശ്രീ K. കരുണാകരൻ്റെ ചോരയും നീരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവുമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. തർക്കമുള്ളത് പത്മജ വേണുഗോപാലിനാണ്. ഞാൻ പറഞ്ഞത് ലീഡർ ശ്രീ K. കരുണാകരൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതേതരത്വമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ് അക്ഷരം പ്രതി. ഇന്നു മുതൽ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ വെർബാറ്റം വായിക്കാം. ഇന്നു മുതൽ K. കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധമുണ്ടാകും. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവരെന്ന് വിശേഷിപ്പിക്കാറുമില്ല. അത് ബയോളജിക്കലി കറക്റ്റല്ല, പൊളിറ്റിക്കലിയും കറക്റ്റല്ല. കാരണം അമ്മയും അച്ഛനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി രാഷ്ട്രീയമായി കൃത്യമായി ശ്രദ്ധിക്കണം. രാഷ്ട്രീയമായി K. കരുണാകരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ പത്മജ വേണുഗോപാലിന് ഇനി അർഹതയില്ല. ശരിയല്ലേ? ഇത് എങ്ങനെ അവകാശപ്പെടാൻ കഴിയുക? ശ്രീ K. കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ യോഗ്യത അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യമാണ്. ആ മതേതര മൂല്യമുള്ള ആ മനുഷ്യൻ്റെ മകൾ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടുവന്ന് ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതിന് ശേഷം ഇനി ലീഡർ ശ്രീ K. കരുണാകരൻ്റെ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് അവകാശമില്ല. ആ മതേതര പാരമ്പര്യവും ലീഡർ ശ്രീ K. കരുണാകരൻ്റെ പൊളിറ്റിക്കൽ പിതൃത്വവും ആ മതേതര പിതൃത്വം അവകാശപ്പെടാൻ കഴിയുന്നത് ശ്രീ K. മുരളീധരൻ തൊട്ട് ഞങ്ങളടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കാണ്. ഞങ്ങളാണ് മതേതരവാദികൾ. ഞങ്ങൾക്ക് മാത്രമേ ലീഡർ K. കരുണാകരൻ്റെ ആ മതേതര പാരമ്പര്യത്തിൻ്റെ രാഷ്ട്രീയ പിതൃത്വം ഇനി അവകാശമുള്ളൂ എന്നാണ് എൻ്റെ സന്ദേശം. അത് വളരെ കൃത്യമാണ്. ആ മെസ്സേജിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും പറയുന്നു, ലീഡർ ശ്രീ K. കരുണാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഒരു പിതൃത്വവും അവകാശപ്പെടാൻ പത്മജ വേണുഗോപാൽ ഇനി അവകാശമില്ല. പിന്നെ അവരുടെ പ്രസ്താവനയായിട്ട് ചില BJP നേതാക്കന്മാരുടെ പ്രസ്താവനയായിട്ട് കണ്ടു പത്മജ വേണുഗോപാലിനെ ഞാൻ തടയുമെന്ന് പറഞ്ഞു. ഇന്നലെ ആ മാധ്യമ സമ്മേളനം നിങ്ങൾ കണ്ടതല്ലേ? ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേറെ പണിയില്ല. കേരളത്തിലെ BJP പോയ ആളുകളെ തടയലാണോ നമ്മുടെ പണി? BJP പോയ ആളുകളെ കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനത തടഞ്ഞോളും. അത് തടയുന്നത് വഴിയിലല്ല, അത് ബാലറ്റ് ബോക്സിലൂടെ, വോട്ടിംഗ് മെഷീനിലൂടെ, ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിലെ ജനത അവരെ തടഞ്ഞിട്ടുണ്ട്. ഇത്തവണയും തടയും. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിലൊന്ന് മത്സരിക്കുക, കാണിച്ചു തരാം ലീഡർ K. കരുണാകരൻ്റെ മതേതര പാരമ്പര്യമാണോ പത്മജ പണയം വെച്ചിരിക്കുന്ന വർഗീയ പാരമ്പര്യമാണോ വിജയിക്കുന്നത് കാണിച്ചു തരാം. അവരെ തടയുമെന്നല്ല ഞാൻ പറഞ്ഞ വാക്കുകൾ ഉറച്ചു നിൽക്കുന്നു. ലീഡർ K. കരുണാകരൻ്റെ പൈതൃകം ഇനി അവരവകാശപ്പെട്ടാൽ, ലെഗസി അവരവകാശപ്പെട്ടാൽ അത് തടയുമെന്നാണ് പറഞ്ഞത്. അന്നേരം അവരെ തടയുമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ BJP നേതാക്കന്മാരെ വഴിയിൽ തടയുന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങൾ വല്ല പേനിൻ്റെയും തലയിലെ പേൻ നോക്കും. അതായിരിക്കും കുറച്ചുകൂടെ നല്ല സമയം കളയാനായിട്ട് കുറച്ചുകൂടെ നല്ല മാർഗം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് കേസൊക്കെ വരട്ടെ. എന്തായാലും പിണറായി വിജയൻ്റെ കൂടി അറിവോട് കൂടിയിട്ടായിരിക്കുമല്ലോ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ CPM ഇത്രയേറെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മജ വേണു, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇന്ന് S. രാജേന്ദ്രൻ അല്ലേ S. രാജേന്ദ്രൻ BJPയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എനിക്കതിനകത്ത് ആഘോഷമില്ല. കാരണം ഒരാളും BJPയിലേക്ക് പോകാൻ പാടില്ല. S. രാജേന്ദ്രന് CPMമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണം, അല്ലേ? ചിന്തിക്കാം. ഒരാളും BJPയിലേക്ക് പോകാൻ പാടില്ല. നമ്മളത് സന്തോഷിക്കുന്നില്ല. ഇത് ഒരാൾ BJPയിലേക്ക് ചേർന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പിണറായി വിജയൻ്റെ പാർട്ടിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പത്മജ വേണുഗോപാൽ കേസ് കൊടുത്താൽ ഉടനെ തന്നെ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുമായിരിക്കും. കഴിഞ്ഞ ദിവസം അത് CPOക്കാരുടെ വിഷയത്തിൽ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാനും അലോഷ്യസ് സേവിയർ, അബിൻ വർക്കി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. കേസൊന്നും ഞങ്ങൾക്ക് പുതിയ കാര്യമല്ല. ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിരുന്നതിന് ശേഷം
ഇപ്പോൾ 8-9 കേസായി. അതിലൊന്നും നമുക്ക് പേടിയില്ല, അതൊക്കെ ഇവരെടുത്തോണ്ട്